ഈവനിങ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അരുമ മിസ് ആണ്. മക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യവുമായിട്ടാണ് മിസ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഓൾറെഡി എല്ലാവർക്കും എക്സാം ആണ് അല്ലെ. എക്സാം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും അവസാനത്തെ നിമിഷം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നോക്കുന്നുണ്ടാവുക. അപ്പൊ അതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: എന്താണ് ഭക്ഷ്യശൃംഖല അല്ലെ? അപ്പൊ ഭക്ഷ്യശൃംഖല എന്താണ്, ഭക്ഷ്യശൃംഖല ജാലം എന്താണ്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ആനുവൽ എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്പൊ എന്താണ് ഭക്ഷ്യശൃംഖല അഥവാ ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം ഓരോ ജീവികളും അല്ലെ, അവർക്ക് അവരുടേതായിട്ടുള്ള ഭക്ഷണശീലങ്ങളുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും അല്ലെ നമ്മുടേതായിട്ടുള്ള ഭക്ഷണശീലങ്ങളുണ്ട്. ചില ആളുകൾ സസ്യാഹാരം മാത്രം കഴിക്കും, ചില ആൾക്കാർ മാംസാഹാരം കഴിക്കും, മറ്റു ചിലർ എന്ത് ചെയ്യും, സസ്യാഹാരവും കഴിക്കും മാംസാഹാരവും കഴിക്കും. ഇങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ഓംനിവോറസ് അഥവാ മിശ്രാഹാരികൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, ഫുഡ് ചെയിനില് ഓരോ ജീവികളെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഭക്ഷ്യശൃംഖലയിൽ അടയാളപ്പെടുത്തുന്നുണ്ട് അല്ലെ. പക്ഷെ ഈ ഭക്ഷ്യശൃംഖലയിൽ ജീവികൾ മാത്രമാണോ ഉള്ളത്? ഒരിക്കലും അല്ലെ. ഭക്ഷ്യശൃംഖലയുടെ തുടക്കം എന്ന് പറയുന്നത് എപ്പോഴും എവിടെ നിന്നാണ്? അതൊരു ഹരിത സസ്യത്തിൽ നിന്നായിരിക്കും, ഗ്രീൻ പ്ലാന്റിൽ നിന്നായിരിക്കും. ഇവിടെ നിങ്ങൾക്കൊരു വളരെ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് ഫുഡ് ചെയിൻ കാണാൻ പറ്റും. പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, കഴുകൻ. എന്തൊക്കെയാ? പുല്ലുണ്ട്, പുൽച്ചാടിയുണ്ട്, തവളയുണ്ട്, പാമ്പുണ്ട്, കഴുകനുണ്ട്. അപ്പൊ പുല്ല് എന്ന് പറയുന്നത് ഹരിത സസ്യമാണ് അല്ലെ. അതിന് എന്തിന്റെ പ്രത്യേകതയുണ്ട്? സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കാനുള്ള സവിശേഷതയുണ്ട്. നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കാൻ പറ്റുമോ? കുറച്ച് സൂര്യപ്രകാശമോ അതേപോലെ തന്നെ കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡോ ഒക്കെ തന്നാൽ നമ്മളെ കൊണ്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ആർക്ക് അതിനുള്ള കഴിവുണ്ട്? ഹരിത സസ്യങ്ങൾക്ക്. അപ്പൊ ഇവരാണ് നമ്മുടെ ഫുഡ് ചെയിനിലെ ആദ്യത്തെ കണ്ണി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫുഡ് ചെയിനിൽ ആദ്യത്തെ കണ്ണിയായി ഇവരെ നമുക്ക് എന്ത് വിളിക്കാം? പ്രൊഡ്യൂസേഴ്സ്. എന്താണ്? പ്രൊഡ്യൂസേഴ്സ്. മലയാളത്തിൽ എന്ത് പറയാൻ പറ്റും? നമുക്കിവരെ ഉൽപാദകർ എന്ന് വിളിക്കാം. ബാക്കി ഉണ്ടാവുക തൊട്ടടുത്ത് ആരാണ് ഉണ്ടാവുക? ഈ ഹരിത സസ്യം കഴിക്കുന്ന മറ്റേതെങ്കിലും ഒരു ജീവി. ഇവിടെ നോക്കിക്കേ, പുൽച്ചാടിയാണുള്ളത്. അപ്പൊ പുൽച്ചാടി മുതൽ അങ്ങ് ഏറ്റവും അവസാനം വരെയുള്ള മുഴുവൻ ആളുകളും എന്താ ശരിക്കും ചെയ്യുന്നത്? അവർ ഈ ഹരിത സസ്യം ഉണ്ടാക്കിയ ഫുഡിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? കൺസ്യൂമേഴ്സ് അഥവാ ഉപഭോക്താക്കൾ. എന്താ നമ്മൾ അവർ വിളിച്ചത്? ഉപഭോക്താക്കൾ. അപ്പൊ ഹരിത സസ്യം കഴിഞ്ഞാൽ തൊട്ടടുത്ത് ആരാ വരിക? ഈ പറയുന്ന പുല്ല് കഴിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ചെടികളുടെ ആഹാരമാക്കുന്ന ജീവികളായിരിക്കും വരിക. അപ്പൊ പുൽച്ചാടിയെ തിന്നാൻ ആര് വരും? തവള വരും. തവളയെ തിന്നാൻ പാമ്പ് വരും. പാമ്പിനെ പിടിക്കാൻ കഴുകം വരുന്നതായിരിക്കും അല്ലെ. അപ്പൊ ഇത് നോക്കിക്കേ, ഇത് ഫുഡ് ചെയിൻ ആണോ ഫുഡ് വെബ് ആണോ? തീർച്ചയായിട്ടും ഇത് എന്താണ്? ഫുഡ് ചെയിൻ അല്ല, ഇതൊരു ഫുഡ് വെബ് ആണ്. അപ്പൊ ഫുഡ് ചെയിൻ എന്താന്ന് ചോദിച്ചാൽ, ഫുഡ് ചെയിൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ദാറ്റ് ആർ കൺസ്യൂംഡ് ഇൻ എ ലീനിയർ ഓർഡർ പാസിംഗ് ന്യൂട്രിയൻസ് ആൻഡ് എനർജി അലോങ് ദ വേ. അപ്പൊ ഈ ഫുഡ് ചെയിനിൽ ഏറ്റവും ആദ്യം ആരാ ഉണ്ടാവുക? അത് പ്രൊഡ്യൂസേഴ്സ് ആണ്. അപ്പൊ ഒന്നിലധികം ഭക്ഷ്യ ശൃംഖലകൾ ചേർന്നതാണ് ഭക്ഷ്യശൃംഖല ജാലം എന്ന് പറയുന്നത് അല്ലെ. ഒന്നിലധികം ഫുഡ് ചെയിനുകൾ അവിടെ എന്തിട്ടുണ്ടാവും? ചേർന്നിട്ടുണ്ടാവും. നിങ്ങൾ നോക്കിക്കേ, ഒന്നിലധികം ഫുഡ് ചെയിനുകൾ എന്ന് പറയുമ്പോൾ അല്ലെ, പ്ലാന്റ് നോക്കിക്കേ, ഡിയർ, ലയൺ. ഇതെന്താ? ഒരു ഫുഡ് ചെയിൻ ആണ്. ഇതൊരു ഫുഡ് ചെയിൻ ആണ്. അതേസമയം ഫുഡ് വെബ് എന്ന് നോക്കി, കാരണം നമ്മൾ ഒരു ജീവിയെ മാത്രമാണോ കഴിക്കുക അല്ലേ. അപ്പൊ മുന്നിൽ എന്താ വന്നു വിടുന്നത്? അതിനെയാണ് കഴിക്കുക. അപ്പൊ ആ ഒരു കാര്യം കൂടെ മക്കളൊന്ന് ആലോചിക്കുക. പ്രകൃതിയിൽ എന്താണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ഫുഡ് വെബ് ആണെന്നുള്ള കാര്യം കൂടെ കൃത്യമായിട്ട് മനസ്സിലാവും. എല്ലാവർക്കും ഈ ചോദ്യം ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.